സാറിനോട് എനിക്കൊരു പ്രധാനപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കാനുണ്ടായിരുന്നു. അതിനെന്തിനാ തനിക്ക് ഇത്ര പതർച്ച? സാറ് എന്തിനും ഏതിനും തുണയായി നിൽക്കണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഏതു നേരവും മേഡത്തിന് കൂട്ടായി പോയത്. മാഡത്തിൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൽ പിന്നെ മാഡത്തിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. നീ എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ഇഷ്ടം എന്താണെന്നറിയോ? നീ എന്നെ ലച്ചുന്നും ലക്ഷ്മിന്നും ഒക്കെ വിളിക്കണമെന്ന്. നീ എന്നെ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാ. ഇല്ല ചേച്ചി, ആ പാവം മനുഷ്യനെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനാണെങ്കിൽ നീ ഇവിടെ തുടരണോ വേണ്ടയോന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരും. എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. ചേച്ചി പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. മാഡത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊന്നും നടക്കാതെ വന്നതിന്റെ നിരാശയിലേ ഇപ്പോ. സാവകാശം ഞാൻ അതിന് പരിഹാരം കണ്ടോളാം. ഇടിപിടിയൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. അതുവരെ ഇതൊക്കെ സാഗറിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. ആരോടൊന്നും പറയരുത്. ഇല്ല സർ. എന്നാ സാഗർ വയ്ക്കും. എടാ, എന്റെ ഭാര്യ ആരാണെന്നും എന്താണെന്നും നീ എനിക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. എന്റെ ഭാര്യ എത്രത്തോളം നന്മയുള്ളവളാണെന്ന് എന്നെ അയാൾ അന്ധമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലൊരു തരംതാണ പ്രവൃത്തി അയാൾ ചെയ്തെന്ന് പറഞ്ഞ് അയാളെ ഞാൻ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. നിന്നെ എനിക്കൊന്ന് ശരിക്ക് പഠിക്കണം. എന്നിട്ട് നിനക്ക് തരേണ്ടത് തരണം. അതുവരെ നീ ഇവിടെ തുടർന്നേ പറ്റൂ. പാല് നിന്ന കൈകിട്ട് തന്നെ കൊത്തുന്ന തനി പാമ്പ്. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. നിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു, ലേഖയായിട്ട് പുറത്തു പോവാൻ. അതെന്നോടും പറഞ്ഞിരുന്നു. നീ പോകുന്നുണ്ടോ അവർക്കൊപ്പം? അവര് പെണ്ണുങ്ങൾ പോകുന്നിടത്ത് ഞാൻ എന്തിനാണ് പോകുന്നത്? ഞാൻ ഫ്രീയാ. മഹിയും രേഖയും പോയി കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ സംസാരം കേട്ടിട്ട് സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ സീരിയസ് ഒന്നുമില്ലടാ. പിന്നെ നിന്റെ അടുത്ത് പറയാത്തായിട്ട് എന്റെ ജീവിതത്തിലൊന്നുമില്ലല്ലോ. ഇപ്പൊ നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മഹി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവളിറങ്ങും. അത് കഴിഞ്ഞാ ദേ ഞാൻ അവിടെ എത്തി. ഓക്കെടാ. ഓക്കെടാ. എത്തിയോ? ഞാൻ റെഡിയായിരിക്കുമായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ പുറത്തു പോയിട്ട് വരാം. അനന്തോട്ടം വരുന്നില്ലേ? എനിക്കൊരാൾക്ക് കമ്പനി കൊടുക്കാനുണ്ട്. ആർക്ക്? മഹിയുടെ ഹസ്ബൻഡ് തന്നെ. ഓ, കണ്ണേട്ടനോ? അതെ. നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ അവിടെ പോയി അവനെ ശല്യം ചെയ്യാന്ന് കരുതി. അതെ, അവിടെ ചെല്ലുമ്പോ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കണേ. എനിക്കാ ഡോക്ടർ ഭയങ്കര വിശ്വാസ. ഉറപ്പായും എന്തെങ്കിലും ഒരു ഫലം കിട്ടാതിരിക്കില്ല. പക്ഷെ കണ്ണേട്ടൻ ബുദ്ധിമുട്ടിയാ മരുന്നൊക്കെ കഴിക്കുന്നത്. അത് മുമ്പ് കഴിച്ച മരുന്നിന്റെ ടേസ്റ്റ് ഉള്ളി കിടക്കുന്നോണ്ടാ. അന്ന് ഞാനും റിയാസൊക്കെ ചേർന്നായിരുന്നു ആയുർവേദ മരുന്നൊക്കെ നിർബന്ധിച്ച് അവനെ കൊണ്ട് കുടിപ്പിച്ചോണ്ടിരുന്നത്. എന്നിട്ടും ഫലമൊന്നും കിട്ടിയില്ല. പിന്നെ മഹി പറഞ്ഞതിന് ശേഷം ഞങ്ങള് തോമസ് വൈദ്യനെ കുറിച്ചൊരു സെർച്ച് നടത്തി. ആള് സൂപ്പറാ മഹി. പറ്റാത്ത കേസാണെങ്കിൽ ഏറ്റെടുക്കില്ല. ഇന്ന് നമുക്ക് അങ്ങോട്ടും പോണം. ഇവിടെ പിന്നെ എന്റെ നിസ്സഹായ അവസ്ഥയും റിക്വസ്റ്റും ഒക്കെ കണ്ടിട്ടാ അദ്ദേഹം കണ്ണേട്ടനെ ചികിത്സിക്കാന്ന് പറഞ്ഞത്. വലിയ പ്രതീക്ഷയൊന്നും തന്നിട്ടില്ല. പിന്നെ പെട്ടെന്നൊന്നും ശരിയാവുന്ന കേസല്ലല്ലോ. 1-2 വർഷം കാത്തിരിക്കണമെന്നാ പറഞ്ഞ്. എത്ര വർഷം വേണേലും കാത്തിരിക്കാം. മരുന്നിന് ഫലം കണ്ടാ മാത്രം മതി. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു അവന്റെ കുട്ടിക്കാലത്ത്. ഇപ്പൊ അവന്റെ ആഗ്രഹങ്ങളൊക്കെ അറ്റുപോയ അവസ്ഥയാ. മരുന്ന് കഴിക്കുന്ന രോഗി മരുന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രമേ അത് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ എന്നാണ് ഈ ഡോക്ടർമാർ പോലും പറയുന്നത്. പ്രത്യേകിച്ച് ആയുർവേദം. അതെപ്പോഴും തോമസ് ഡോക്ടർ പറയാറുണ്ട്. അതുകൊണ്ട് എന്താ പ്രയോജനം? രോഗിക്ക് മരുന്നിൽ വിശ്വാസം വേണ്ടേ?
കണ്ണേട്ടന് എന്റെ നിർബന്ധത്തിന് വഴങ്ങി മരുന്ന് കുടിക്കുക, ഒരു താല്പര്യവും ഇല്ലാതെ. എന്തായാലും മഹി ട്രീറ്റ്മെന്റ് നിർത്തണ്ട. വൈദ്യര് ചികിത്സ തുടരുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ചെയ്യണം. കണ്ണേട്ടന്റെ വിരൽ എന്ന് അനങ്ങിയ അത് കണ്ട് സന്തോഷിക്കാൻ മഹിക്കൊപ്പം ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. വിരലിലെ ചലനശേഷി കിട്ടിയ പിന്നെ എല്ലാം നേരെയായിക്കോളും മഹി. എന്നാ പിന്നെ വൈകിക്കണ്ട, നിങ്ങൾ പോയിട്ടോ. ശരി അനന്തേട്ടാ, ബാലേക്കേ. പോയിട്ട് വരാവേ. അവൻ വളരെ സീരിയസ് ആയിട്ടാണല്ലോ പറഞ്ഞത് കാണണമെന്ന്. ഇനി എന്തിനാണോ എന്തോ. എല്ലാം നീ കേട്ടല്ലോ. ഇനി നിനക്കെന്താ പറയാനുള്ളത്? എടാ, കൂട്ടിലടച്ച കിളികള് അതൊരിക്കലും അതിന്റെ ഉടമയെ സ്നേഹിക്കാറില്ല. അതിന്റെ മനസ്സിലെപ്പോഴും പാറിപ്പറക്കണമെന്ന ചിന്തയായിരിക്കും. നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. എന്നാ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭാര്യ പാറിപ്പറക്കാൻ തുടങ്ങിയത്. അയാളുടെ തറവാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അയാൾ ശരിക്കും കൂട്ടിലകപ്പെട്ടൊരു കിളിയായിരുന്നു. ഞാൻ എന്റെ ലേഖയെ സംശയിച്ചിട്ടില്ല ഇതുവരെ. എങ്കിലും നിന്റെ അടുത്ത് ഇപ്പൊ സാഗർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ അവന്റെ കാരണക്കുറ്റിക്ക് ഞാൻ അടിക്കും. എപ്പോഴാണെന്നറിയോ? എന്റെ ലേഖയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് അറിയുമ്പോ. എന്നുവെച്ചാ ഭാര്യക്കെതിരെ ഒരു ആരോപണം വരുമ്പോ അതേപ്പറ്റി അന്വേഷിക്കണം, സത്യം അറിയണം. എന്നിട്ട് കേട്ടത് കള്ളമാണെങ്കിൽ ആ കള്ളം പറഞ്ഞവനെ നമ്മൾ ശിക്ഷിക്കാൻ വേണം. ഞാൻ നിന്നോട് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അയാളുടെ ഭക്തിയെപ്പറ്റി. ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ആളാ മഹി. നീ അത് കണ്ടിട്ടുണ്ടോ? കാണാനൊന്നുമില്ല. സൂര്യോദയത്തിന് മുമ്പ് കുളി കഴിഞ്ഞൊരു ദിവസം പൂജാമുറിയിൽ കയറിയപ്പോ എന്നും അയാൾ പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹം കണ്ടില്ല. ആ വിഷമത്തിൽ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തിരികെ വരുമ്പോൾ അയാൾക്ക് മുന്നിൽ ഒരാളെത്തി. പ്രവചനങ്ങൾ നടത്തുന്ന ഒരമ്മ. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ആ അയ്യപ്പ വിഗ്രഹം അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്കിലേ ആ പ്രവചനം നടത്തുന്ന അമ്മ തന്നെ ആയിരിക്കും നിന്റെ വീട്ടിൽ നിന്ന് അയ്യപ്പ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഒന്ന് വെറുതെ ഇരിക്കടാ. അവര് ദൈവിക ചൈതന്യമുള്ള ഒരു അമ്മയാണെന്നാ മഹി പറയുന്നേ. നീ ഈ മഹി പറയുന്നത് മാത്രം എന്തിനെങ്ങനെ വിശ്വസിക്കുന്നത്? അയാള് നിന്റെ ലേഖയുടെ അരികിലേക്ക് വന്നപ്പോ അയാൾക്കൊരു ചൈതന്യം ഉണ്ടെന്ന് നിങ്ങക്ക് തോന്നിയില്ലേ? അതൊക്കെ ശരിയാ. എന്നാ അയാളെ പെണ്ണ് കണ്ട നാളു മുതലേ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഭാര്യ എനിക്ക് സംശയിക്കാൻ പറ്റില്ലടാ. ദേ കണ്ണ, സാഗർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ദേ, നീ കുറച്ചുകൂടി ക്ഷമിക്കണം. അതിനുള്ളിൽ നമുക്ക് നമ്മൾ തേടുന്ന ഉത്തരം കിട്ടിയിരിക്കും. അവിടെ നീ പറയുന്നത് പോലെ മഹാലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നിനക്ക് നിന്റെ മഹിയെ അമിതമായിട്ട് വിശ്വസിക്കാം. ഏത് പാതിരാത്രിയിലും അവൾ തുറന്നുവിടാം. പിന്നെ ഏത് പുരുഷന്റെ ഒപ്പം അവൾ സഞ്ചരിച്ചാലും നിനക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇത് നിന്റെ ഭാര്യ നിനക്കറിയാൻ കിട്ടിയൊരു അവസരം. അതൊരിക്കലും പാഴാക്കി കളയരുത്. എടാ, അയാളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയാൽ അറിയില്ലടാ അയാൾ തെറ്റ് ചെയ്യില്ലെന്ന്. ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ മഹാലക്ഷ്മി തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ ദിവസം നീ അവൾക്കൊപ്പം വന്നിട്ടില്ല. അവരാ ദിവസം ഒന്നിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുമുണ്ട്. അതൊക്കെ സത്യമാണെങ്കിൽ പിന്നീട് അവൻ പറഞ്ഞതും സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് കാരണം മഹാലക്ഷ്മി എന്ന നിന്റെ ഭാര്യ നാളെ നിന്റെ ജീവിതത്തിൽ നിൽക്കേണ്ടവളല്ലേ? ഒരായുഷ്കാലം മുഴുവൻ നിനക്കൊപ്പം കഴിയേണ്ടവളാ. അങ്ങനെ കഴിയുന്നവൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആദ്യം അറിഞ്ഞേ പറ്റൂ. എനിക്കറിയാം നിന്റെ അവസ്ഥ. പക്ഷേ ഇവിടെ നീ സൈലന്റ് ആയേ പറ്റൂ.
മരുന്ന് ഞാൻ മാറ്റിത്തരാം. മരുന്നിന്റെ കാഠിന്യവും കുറയ്ക്കാം. അയാളിനി കയ്പ് കുടിച്ചിറക്കണ്ട. പക്ഷെ ഒരു കാര്യം, ഞാനീ തരുന്ന മരുന്നുണ്ടല്ലോ, അത് കൃത്യമായും അയാളെ കൊണ്ട് കുടിപ്പിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം ഡോക്ടറെ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഒരു 5% പോലും കുട്ടിയുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ചാൻസ് ഇല്ലാന്ന്. പിന്നെ ഇതൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് നിരാശ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്നെ പഴിക്കരുത്. കേട്ടോടൂ, മഹാലക്ഷ്മിയുടെ നിസ്സഹാവസ്ഥയും ഇയാളുടെ ഭർത്താവിനോടുള്ള സ്നേഹവും കണ്ടിട്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. പിന്നെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എല്ലാം അനുകൂലമായിട്ടാണ് കാണുന്നത്. അതിൽ മാത്രമാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എന്റെ കണ്ണേട്ടന് കാൽവിരലുകളൊന്ന് അനക്കാൻ പറ്റിയാലും മതിയായിരുന്നു. നേരിയ ചലനം കാലിനുണ്ടായ അത്രയും നല്ലതല്ലേ ഡോക്ടർ? കാൽ വിരലുകൾക്ക് ചലനശേഷി വന്നു കഴിഞ്ഞാൽ സാവകാശം അയാളെ നമുക്ക് നടത്താൻ പറ്റും. പറയുന്നതുകൊണ്ട് ഡോക്ടർ ഒരു നേരം പോക്കായിട്ട് എടുക്കരുത്. ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് സിദ്ധിയുള്ള ഒരു അമ്മയെ കാണാറുണ്ട്. ആ അമ്മ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ. ഒരു ദിവസം എന്റെ പൂജാമുറിയിലിരുന്ന അയ്യപ്പ വിഗ്രഹം കാണാതായി. എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ളപ്പോ മുതൽ ഞാൻ പൂജിക്കുന്ന വിഗ്രഹമാ. കല്യാണം കഴിഞ്ഞപ്പോഴും ഞാനത് കണ്ണേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. അത്രയും പഴക്കമുള്ള വിഗ്രഹമാണ് കാണാതായത്? അതെ, ഒരു കുഞ്ഞു വിഗ്രഹമാ. അന്ന് ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ പ്രാർത്ഥിച്ചത്, ഭഗവാനെ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടി. കളഞ്ഞുപോയ ആ വിഗ്രഹം എനിക്ക് കൊണ്ടു തന്നത് ഞാൻ ഈ പറഞ്ഞ അമ്മയാ. ആ അമ്മ കുട്ടിയുടെ കണ്ണേറ്റൻ എഴുന്നേറ്റ് നടക്കുമെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? എനിക്ക് കുട്ടികൾ ജനിക്കുമെന്ന്. ആ അമ്മ തറപ്പിച്ചാ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് നടക്കില്ല എന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാ അമ്മ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞതെന്നറിയില്ല. എങ്കിലും ആ അമ്മയോട് ചോദിച്ചുകൂടായിരുന്നോ നമ്മുടെ ചികിത്സ ഫലിക്കുമോന്ന്? അത് ഞാൻ ചോദിച്ചു. പക്ഷേ അതിന് വ്യക്തമായിട്ടൊരു മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ കുട്ടിയോട്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മെഴുകുതിരി നാളം തേജസ്സോടു കൂടിയാ കത്തുന്നതെന്ന്. കർത്താവ് കൂട്ടി യോജിപ്പിച്ചതാണ് നിങ്ങളെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ തീർത്തു തരേണ്ടതും അതേ കർത്താവ് തന്നെയാണ്. മോള് പ്രാർത്ഥിച്ചോ, ആവശ്യത്തിലധികം ദൈവങ്ങളെ വിളിച്ചോ, അതിനെന്തായാലും ഫലം കാണാതിരിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാര് ഇന്നത്തെ കാലത്ത് ഇതുപോലെ സ്നേഹിക്കുന്ന കാണുമ്പോ അതൊരു സുഖമാ, ഒരു സന്തോഷമാ. ലേഖയ്ക്കുണ്ടൊരു സങ്കടം. കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തതാ സർ. രക്ഷയൊന്നുമില്ലെന്നാ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഇതുപോലുള്ള ദുഃഖങ്ങളുണ്ട്. എല്ലാം തരുമ്പോൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു നിരാശയും തരും. എങ്കിലേ ജീവിതം പൂർണ്ണമാവൂ. അപ്പോഴേ അയാളെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരാഴ്ചയെങ്കിലും കിടത്താനുള്ള അവസരമുണ്ടാക്കൂ. ശരി ഡോക്ടറെ, ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ മരുന്നെല്ലാം ഫാർമസി പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴി കളക്ട് ചെയ്ത് പോയിക്കോളൂ. ശരി, വാ, ഇറങ്ങട്ടെ. ആ കരുണേ,
അനന്തുവേട്ടൻ ലേഖ ചേച്ചിയും കൊടുത്തുവിട്ട സമ്മാനം കാണുന്നതിന് മുൻപ് ഒരേ ആലോചനയിലായിരുന്നു. അതിനുശേഷവും മാറ്റമൊന്നുമില്ലല്ലോ. എങ്ങനെ മാറാനാ? അയാള് കൊടുത്തുവിട്ട സ്പ്രേ ഉണ്ടല്ലോ, അത് വെറുതെ റൂമിനകത്തൊന്ന് അടിച്ചാ മതി. റോഡിലൂടെ പോകുന്നവർക്ക് ഒരു മണം കിട്ടും. പിന്നെ നിനക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലെന്ന് മഞ്ജു പറഞ്ഞല്ലോ. അവരുടെയൊക്കെ അടുത്ത് പിന്നെ അങ്ങനെയല്ലാതെ ഉഗ്രൻ സ്പ്രേ ആണ്, സൂപ്പർ ആണെന്നൊക്കെ പറയാൻ പറ്റുമോ? നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ നിന്ന് 1 2 എടുത്തുകൂടായിരുന്നോ? നാണോ ഇല്ലാത്ത ഭർത്താക്കന്മാര് ഇങ്ങനെ സംസാരിക്കും. അല്ല, ഈ ആനന്ദവും ലേഖയല്ലാതെ വേറെ കുറെ ഫ്രണ്ട്സ് ഇല്ല അങ്ങേർക്ക് ജർമ്മനിയില്? അതുപോലെ തന്നെ ദുബായിലും അമേരിക്കയിലും ഒക്കെ അങ്ങേർക്ക് അടുപ്പക്കാരില്ലേ? ഉണ്ട്. എങ്കിലും അനന്തുവേട്ടൻ ലേഖ ചേച്ചി പോലെ അടുപ്പമൊന്നും അവരുമായിട്ടില്ല. ആയിക്കോട്ടെ, അവര് വരുമ്പോ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നേ. എന്താ ഒന്നും പറയാത്തത്? അത് പിന്നെ അവരാരും ഞങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് വരുമ്പോ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. ആ, എന്ന് വെച്ചാ മാസാമാസം ഇതുപോലുള്ള കാഴ്ചകൾ കാണേണ്ടി വരുന്ന അർത്ഥം. ഇതിലും നല്ലത് ഇവിടുന്ന് മാറി താമസിക്കുന്നല്ലേ. എന്റെ മുത്തശ്ശിയുടെ വീട്ടിലെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. ഉണ്ണേട്ടന് സമ്മതാണെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കാം. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാ പിന്നെ കണ്ണേട്ടന്റെ സ്വത്തുക്കളിൽ മറ്റുള്ളവർ പിടിമുറുക്കും. ഉണ്ണേട്ടന് അറിയോ, ഈ ചെറുപ്രായത്തിൽ തന്നെ എനിക്കൊരു കുഞ്ഞു വേണമെന്നൊന്നും ഇല്ലായിരുന്നു. 2 3 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയാവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ നോക്കിയപ്പോ ഈ കുഞ്ഞും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു വട്ടപൂജയായി പോയനെ ലക്ഷ്മിയുടെ മുന്നില്. അതുകൊണ്ടാ 20 വയസ്സിൽ ഒരു കുഞ്ഞിന്റെ അമ്മയാവാന്ന് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ ഉയർത്തിക്കാട്ടിയ അവരുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എന്റെ കരുണേ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് കണ്ണേട്ടന്റെയും ഏട്ടത്തിയുടെയും ജീവിതത്തിൽ എന്നും ഒരു കറുത്ത പാടായിരിക്കും. നീ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുമ്പോ വില കൂടിയ സ്പ്രേയും പൂശി സ്വർണ്ണം ഇട്ട് അവര് നിന്റെ മുന്നിൽ വന്നാ അവരുടെ മുന്നിൽ നീ ചുളിപ്പോണ്ട കാര്യമുണ്ടോ? നീ അവരെക്കാളും ഒരുപാട് മുകളിലാണ് കരുണേ. അത് നിനക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് മുറയ്ക്കും എനിക്കിത് ആവർത്തിക്കേണ്ടി വരുന്നത്. അനന്തുവേട്ടനെ ഈ പറയുന്ന ലേഖ ചേച്ചിയൊക്കെ ആഡംബര വസ്തുക്കൾ വാങ്ങി നിരാശ തീർത്തോണ്ടിരിക്കുക. ഇനിയിപ്പോ കണ്ണേട്ടനും ഏട്ടത്തിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവർക്കാർക്കും അങ്ങനെ ഒരു ജീവിതമില്ല. അതെന്തുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്തെന്നാ എനിക്ക് പിടികിട്ടാത്ത. എന്റെയും എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും സംസാരത്തിലൂടെ അല്ലാതെ ഉണ്ണിയേട്ടൻ ഞങ്ങളുടെ ജീവിതം അറിഞ്ഞിട്ടില്ല. കുട്ടിക്കാലം മുതല് ഇവിടേക്ക് വരുന്നതിന് മുൻപ് വരെ ഞങ്ങൾ എങ്ങനെയാ ജീവിച്ചിരുന്നെന്ന് ഉണ്ണിയേട്ടന് മനസ്സിലായിട്ടില്ല. ഞാനിട്ട പഴകിയ ഡ്രസ്സായിരുന്നു അവളുടെ വിഷുക്കോടിയും ഓണക്കോടിയും ഒക്കെ. എന്ന് വെച്ചാ എന്റെ വിഴുപ്പ് ചുമന്ന് നടന്നവളാ ഇന്ന് എന്നെ പുതിയ സ്പ്രേയും ഡ്രസ്സും ഒക്കെ കാണിച്ച് കൊതിപ്പിക്കുന്നത്. ആ വേദനയുടെ ആഴം എത്രയാണെന്ന് ഉണ്ണിയേട്ടന് അളക്കാൻ പറ്റില്ല. പിന്നെ പറ്റും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. അവർക്കേ അറിയാവൂ ഞാൻ ജനിച്ചപ്പോ മുതലുള്ള എന്റെ ജീവിതവും അവളുടെ ജീവിതവും. പിന്നെ അവൾക്കും ഞങ്ങളുടെ അമ്മയ്ക്കും അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലക്ഷ്മിയുടെ ഉയർച്ചയുണ്ടല്ലോ, അത് ആസ്വദിക്കുക അവർ രണ്ടാളും. അതൊക്കെ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണിയേട്ടൻ നിങ്ങളുടെ ചേട്ടന്റെ ഒരു ശമ്പളക്കാരൻ മാത്രം. ഒരർത്ഥത്തില് ഇപ്പൊ ലക്ഷ്മിയുടെ. എന്താടാ പറഞ്ഞു. കണ്ണൻ സാറിനോട് എല്ലാം പറഞ്ഞു. ആ എന്നിട്ട് ഞാൻ പ്രതീക്ഷ പോലെ സാറ് പൊട്ടിത്തെറിച്ചൊന്നുമില്ല. എല്ലാം ശാന്തമായി കേട്ടിരുന്നു. നീ ഉടുപ്പും തൊങ്ങലും വെച്ചെല്ലാം പറഞ്ഞില്ലേ? അല്ല, കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല.
എന്റെ ഭാവനയിൽ വിരിഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു ഫലിപ്പിച്ചു. അതൊക്കെ അവൻ വിശ്വസിച്ചോ ഇല്ലയോന്ന് ഇനി അങ്ങോട്ട് നമുക്കറിയാൻ പറ്റും. എടാ, നീ പറഞ്ഞ കള്ളങ്ങൾ കണ്ണൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നിന്നെ ചെയ്യാൻ പറ്റുന്ന ശല്യങ്ങളൊക്കെ അവൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞും വിടും. എടാ, ഇനി അത് ചെയ്യാതെ നിന്നെ അവിടെ തുടരാൻ അനുവദിച്ച അതിന്റെ അർത്ഥം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനിൽ ചലനം ഉണ്ടാക്കിയെന്ന് തന്നെയാ. എന്റെ സാറേ, എല്ലാം കേട്ട ശേഷം ഈ നടന്നതൊക്കെ ആരോട് പറയരുതെന്നാ കണ്ണൻ സാർ എന്നോട് പറഞ്ഞത്. ലക്ഷ്മിയോട് പോലും. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്തോടാ? അവനും ലക്ഷ്മിയോട് ഒന്നും പറയില്ല. കേട്ടതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മെല്ലെ അവളെ അങ്ങ് ഒഴിവാക്കാൻ നോക്കും. എന്നെ പോലെ കണ്ണനെ അറിഞ്ഞവരാരും ഉണ്ടാവില്ല, നിനക്കറിയാലോ. എടാ, ഞാൻ അത്യാവശ്യം തരികിടയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുത്തനാ. ഈ പെൺവിഷയത്തിൽ ഞാനൊരു പ്രശ്നക്കാരനായിരുന്നു. അന്നൊക്കെ കണ്ണൻ അതിന്റെ പേരിൽ എന്നോട് കുറെ പിണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ മുന്നിൽ വെച്ച് ഞാൻ ഒരു പെണ്ണിനെ ദുരുദ്ദേശത്തോടെ നോക്കാറ് പോലുമില്ല. അല്ല സാറേ, മഹാലക്ഷ്മി എന്നോട് കാണിച്ചതൊക്കെ അതിരുവിട്ട പ്രവൃത്തികളായതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് രാജിവെക്കാൻ പോകുന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള എനിക്ക് ഇനി കണ്ണൻ സാർ അറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി സ്വീകരിക്കാൻ പറ്റുമോ?